Thank you so much everyone. ഉല്ലാസ് സാറിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ഗോതുരുത്ത് മുസ്ലിംസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജെയ്സൺ പുളിക്കത്തറ, ഇന്ന് ഇവിടെ മുഖ്യ അതിഥിയായി കടന്നു വന്നിട്ടുള്ള നിങ്ങളെല്ലാം ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രിയങ്കരനായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ പ്രൊഫസർ കെ വി തോമസ്, എൻ്റെ സഹപ്രവർത്തക ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം ഇന്നലെ മുതൽ ഇൻചാർജായിട്ടുള്ള പ്രിയങ്കരിയായ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ ശ്രീമതി സനിത റഹീം, എൻ്റെ സഹപ്രവർത്തകൻ ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം ശ്രീ എ എസ് അനിൽകുമാർ, ഏറ്റവും പ്രിയങ്കരിയായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സിന്ന സന്തോഷ്, ഇവിടെ കടന്നു വന്നിട്ടുള്ള ഷിജു കല്ലറക്കൽ അച്ഛൻ, അതുപോലെ ആൻ്റണി ജോസഫ് അച്ഛൻ, ഇതിൻ്റെ എല്ലാം സഹരക്ഷാധികാരികളാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ ശ്രീ സനീഷ് കെ എസ്, മറ്റ് ഇവിടെ കടന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരായ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഇവിടുത്തെ സ്കൂളിൻ്റെ എച്ച്എംമാർ, അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ഇതിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ജോയിൻറ്റ് കൺവീനർ ശ്രീ ആൻഡ്രൂസ് അറയ്ക്കൽ, സ്വാഗത ആശംസിച്ച ഏറ്റവും പ്രിയങ്കരായ ശ്രീമതി ഷീന ജോസഫ് ഉൾപ്പെടെ ഇവിടെ കടന്നു വന്നിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കളെ, എനിക്കേറെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട്. പ്രത്യേകിച്ച് ഞാൻ കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഈ ഗോതുരുത്ത് ഒത്തിരി പറഞ്ഞ് പരിചയമുള്ളൊരു പ്രദേശം കൂടിയായിരുന്നു. കഴിഞ്ഞ 3 വർഷം മുമ്പ് ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം എനിക്ക് ഒട്ടേറെ പ്രാവശ്യം ഈ ഭാഗത്തേക്ക് കടന്നു വരുവാനുള്ള വലിയൊരു ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ ആദ്യമേ കടന്നു വരുന്നത് ഇവിടെ നമുക്ക് കോവിഡ് കാലഘട്ടത്തിലാണ്. നമ്മൾ ഇതിനെല്ലാം അതിജീവിക്കുവാനായിട്ട് കൂട്ടായിട്ട് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇതിനിവിടെ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള കെട്ടിടത്തിൽ ആളുകൾക്ക് ഡൊമസ്റ്റിക് കെയർ സെൻറ്റർ തുടങ്ങുവാനായിട്ടുള്ള DCCകൾ ആരംഭിക്കുവാനായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എനിക്കിവിടെ കടന്നു വരുവാനായിട്ട് കഴിഞ്ഞത്. അത് ഒരുക്കുന്നതിലൊക്കെ വലിയൊരു പങ്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും, അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ഇവിടുത്തെ പള്ളിയിലെ വികാരി അച്ഛൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകളുടെ ഒരു കൂട്ടായ ഒരു സഹകരണമാണ് എനിക്ക് ആ നാളുകളിൽ അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ ഒട്ടേറെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് എനിക്ക് ഈ പ്രദേശത്തേക്ക് കടന്നു വരാൻ നമ്മുടെ വള്ളംകളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവരെല്ലാം സ്നേഹത്തോടു കൂടി വിളിച്ച് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഭാഗമാകുവാനായിട്ടൊക്കെ വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഇവിടെ കടന്നു വരുമ്പോൾ ഒട്ടേറെ സുഹൃത്ത് ബന്ധങ്ങൾ എനിക്ക് ഉണ്ട്. ഇന്നലെ ഞാൻ 3 വർഷക്കാലം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്ന് ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഞാൻ ഞങ്ങളുടെ പാർട്ടിയിലുണ്ടാക്കിയ മുൻ ധാരണ പ്രകാരം ഇന്നലെ വൈകുന്നേരം ഞാൻ ഒഴിഞ്ഞു. അപ്പം ഞാൻ ഈ പ്രോഗ്രാം ഇത് ക്രമീകരിക്കുമ്പോൾ തന്നെ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ 30-ാം തീയതി ഒഴിയാണ്, അപ്പം വരുവാൻ. അപ്പോൾ അവരുടെ സ്നേഹം, അവരുടെ നിർബന്ധം ഒക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ ഇവിടെ വന്ന് നിൽക്കുവാനും ഈ ഫെസ്റ്റിൻ്റെ ഭാഗമാകുവാനും ഒക്കെ ആയിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചത്. എന്താണേലും ഗോതുരുത്ത് ഫെസ്റ്റ് ഈ നാടിൻ്റെ തന്നെ ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് 3 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന 31, 1, 2 3 ദിവസം വിവിധ പരിപാടികളോടുകൂടി തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ലൈവ് സ്റ്റേജ് ഷോ, അതുപോലെ എക്സിബിഷൻ, ഫുഡ് ഫെസ്റ്റ്, ഗോതുരുത്ത് കാർണിവൽ, കലാസന്ധ്യ, സാംസ്കാരിക സമ്മേളനം, അതുപോലെ തന്നെ മെഗാ ഈവൻറ്റ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകൾക്ക്, ഇവിടുത്തെ ആളുകളും അതോടൊപ്പം തന്നെ ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ കാണുവാനും ആഘോഷിക്കുവാനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാടൻ ഭക്ഷണ രുചികളൊക്കെ ആസ്വദിക്കുവാനും ഒക്കെ കിട്ടുന്ന ഒരു വലിയൊരു സന്ദർഭമാക്കി ഇതിനെ മാറ്റുവാനായിട്ട് ഇതിൻ്റെ സംഘാടകർ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്.
എനിക്ക് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പറവൂർ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പറവൂർ കൊടുങ്ങല്ലൂർ മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയകാല ചരിത്രങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ പ്രാധാന്യം ഉള്ള ഒരു പ്രദേശം കൂടിയാണ്, ചരിത്ര പ്രാധാന്യമുള്ളൊരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അറിവിൽ ഒക്കെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വെച്ച് ഓരോ പ്രദേശത്ത് പോകുമ്പോഴും ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എനിക്ക് ഈ നാളുകളിൽ കുറേ കാര്യങ്ങൾ അടുത്ത് മനസ്സിലാക്കുവാനൊക്കെയുള്ള വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ പറവൂരുമായി ബന്ധപ്പെട്ടുള്ള 3-4 പഞ്ചായത്ത്, ഇപ്പോൾ ഈ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ കൊടുങ്ങല്ലൂരിന് തൃശ്ശൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ചേന്നമംഗലമാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് ചിറ്റാറ്റുകരയാണെങ്കിലും ഒക്കെ എല്ലാ പഞ്ചായത്തും 3-4 പഞ്ചായത്തുകളൊക്കെ ഒരുമിച്ച് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ വലിയ ഒരു സാംസ്കാരിക തനിമ നിലനിർത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപക്ഷെ ചവിട്ടുനാടകം പോലെയുള്ള നമ്മുടെ കലാരൂപങ്ങൾ, അതോടൊപ്പം തന്നെ ഒട്ടേറെ നമ്മുടെ സാംസ്കാരികപരമായിട്ട് ഒട്ടേറെ ചരിത്ര പ്രധാനമായ ഒട്ടേറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ തന്നെ ഈ പ്രദേശത്തിനൊക്കെ വലിയ ഒരു മാനം ഉണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല, ഗോതുരുത്ത് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ നാളുകളിൽ നമ്മുടെ ലോക ചരിത്രത്തിൽ തന്നെ നമ്മുടെ ടൂറിസം മാപ്പിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുവാനായിട്ടുള്ള ഒരു ആദ്യ ചവിട്ടുപടി എന്നുള്ള നിലയിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കൂടി ശക്തമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പം മുൻ നാളുകളിലൊക്കെ നടന്നതിനേക്കാൾ വളരെ ഭംഗിയായ രീതിയിൽ ഇവിടെ ഓർഗനൈസ് ചെയ്യും. ഞാനിപ്പോൾ ശ്രീ അനിൽകുമാറിനോട് ചോദിക്കുകയാണ്, ഞാൻ ഇത് സംഘടിപ്പിക്കുമ്പോൾ നല്ലൊരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ വലിയൊരു പ്രയത്നം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സംഘാടകർക്ക് ഉണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ എൻ്റെ രക്ഷാധികാരികൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ എല്ലാ ആളുകളുടെയും ഒരു കൂട്ടായ ഒരു പ്രവർത്തനം. ഇവിടെ ഈ നാടിൻ്റെ ഒരു സംസ്കാരവും അല്ലെങ്കിൽ ഈ ഒരു നാടിൻ്റെ സാമൂഹികമായ വളർച്ചയും ഇതുമെല്ലാം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് അതിന് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കെല്ലാം അതീതമായി ഒരു മനസ്സോടുകൂടി നിന്നുകൊണ്ട് ഈ ഫെസ്റ്റ് അത് ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്തരത്തിലാണ് ക്ഷണിച്ചെങ്കിൽ പോലും അതിൽ വന്ന് പങ്കെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാനുള്ള ഒരു പ്രചോദനവും അല്ലെങ്കിൽ അതിനുള്ളൊരു ഭാഗ്യം ലഭ്യമായത്. ഏതായാലും ഇവിടെ വരുവാനും ഇവിടെ കാണുവാനും ഈ കഴിഞ്ഞ 3 വർഷക്കാലം ഈ പ്രദേശത്തൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ ഒട്ടേറെ സുഹൃത്തുക്കൾ ഒക്കെ എനിക്ക് പരിചയപ്പെടുവാനും അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുവാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്രദേശം പ്രത്യേകിച്ച് ഈ ഒരു 3-4 പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ ഒരു നിവേദനം, കഴിഞ്ഞ ദിവസം ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പ്രദേശങ്ങളും തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. നമുക്ക് ഒരുപക്ഷെ പുത്തൻവേലിക്കരയും അതുപോലെ തന്നെ ചിറ്റാറ്റുകരയും നമ്മുടെ ചേന്നമംഗലവും ഒക്കെ പറയുമ്പോഴും അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് വേലിയിറക്കം ഉണ്ടാകുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്കൂളിൽ പോകുമ്പോഴും അവർ തിരിച്ചു വരുമ്പോഴും ഒക്കെ ഈ പറയുന്ന ജലനിരപ്പ് പലപ്പോഴും ചിലപ്പോൾ ഉയർന്നു നിൽക്കാം, ചിലപ്പോൾ താഴെ നിൽക്കാം. പക്ഷേ പലപ്പോഴും വെള്ളത്തിൽ കൂടി ചവിട്ടി വേണം ഇവർ വീടുകളിലേക്കും അതല്ലെങ്കിൽ സ്കൂളുകളിലേക്കോ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അങ്ങോട്ട് പുറത്തു പോകാനാണെങ്കിലും എല്ലാം അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ഇടപെടൽ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുമോ അതിൽ നമുക്ക് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ ഈ പറയുന്ന തോടുകളിലും അല്ലെങ്കിൽ കൈത്തോടുകളിലും ഒക്കെ വലിയ നീർച്ചാലുകളിലും ഒക്കെ വലിയ രീതിയിലുള്ള എക്കലുകൾ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നെല്ലാം ഒഴുകി വന്ന് അടിഞ്ഞുകൂടി നമുക്ക് ഇന്ന് ഈ തോടുകളെല്ലാം മാലിന്യം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്കുള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടെ ഞാൻ കണ്ടു. നമ്മുടെ
ഈ ഗോതുരുത്ത് മുസരീസ് ഹെറിറ്റേജ് ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി വിവിധ പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫെസ്റ്റ് മാത്രമല്ല, ഈ നാടിൻ്റെ തന്നെ എല്ലാ വിഷയങ്ങളിലും അവരുടെ ഒരു ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് വന്നത്. അവരുടെ ഇവിടെ ക്ലീൻ ഗോതുരുത്ത്, അതുപോലെ ഗ്രീൻ ഗോതുരുത്ത്, പ്ലാസ്റ്റിക് ഫ്രീ വില്ലേജ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ മുസരീസ് ഗോതുരുത്ത്, നമ്മുടെ ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയിക്കാനുള്ള ബുള്ളറ്റിന്, സമൃദ്ധി, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, പ്രതീക്ഷ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം അവരെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക. ഭവനം ഇല്ലാത്ത ആളുകൾക്ക് പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ സൊസൈറ്റി ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നത്. എന്താണേലും നിങ്ങളുടെ ഈ ഒരു ഇനിഷ്യേറ്റീവിനെ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി, കൂട്ടായിട്ട് നിർത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിയാൻ, അതിന് ശക്തമായ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഈ സൊസൈറ്റിക്കും അതിൻ്റെ ഭാരവാഹികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, ഏറെ പ്രിയങ്കരനുമായ നമ്മുടെ പ്രൊഫസർ കെ വി തോമസ് സാർ, കുടുംബപരമായിട്ട് തന്നെ എൻ്റെ പിതാവും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് വളരെ അടുപ്പ ആത്മബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. എല്ലാ കാലത്തും ഇപ്പം എൻ്റെ ഒരൊക്കെയുള്ള രാഷ്ട്രീയ വളർച്ചയിലൊക്കെ വലിയ സംഭാവനകൾ, അല്ലെങ്കിൽ എന്നെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഹായിക്കാവുന്ന സഹകരണങ്ങളെല്ലാം നൽകി നാളിതുവരെ നയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. സാറിനോടൊപ്പം തന്നെ ഈ വേദിയിൽ പങ്കെടുവാനായിട്ട് വലിയൊരു ഭാഗ്യം എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ ലഭ്യമായി. എന്താണേലും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിട്ട് കടന്നു വന്ന നാൾ മുതൽ വലിയ ഒരു കരുതലാണ് കെ വി തോമസ് സാറിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒഴിയുന്നതിന് മുമ്പേ തോമസ് സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇത്തരത്തിൽ ഒഴിയുകയാണ്, അപ്പം ധാരണപ്രകാരം ഒഴിയുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വലിയൊരു ആശംസകളാണ് എനിക്ക് നേർന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും എനിക്ക് നൽകിയിട്ടുള്ള സ്നേഹത്തിനും സഹകരണത്തിനും പിന്തുണയ്ക്കുമൊക്കെ ഈ അവസരത്തിൽ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ 2023 കടന്നു പോകുമ്പോൾ ഇവിടെ സ്വാഗതപ്രാസംഗം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം അത് നമുക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും അതെല്ലാം ഇവിടെ ഇറക്കി വെച്ച് ഒരു പ്രതീക്ഷയുള്ള ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുടെ ഒരു നല്ലൊരു വർഷമായി ഈ 2024 മാറട്ടെ. ഏവർക്കും പുതുവത്സരത്തിൻ്റെതായ ആശംസകൾ ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഈ ഫെസ്റ്റ് 2024 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഈ അവസരത്തിൽ ഉപസരിക്കുന്നു. നന്ദി, നമസ്കാരം, ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഗോതുരുത്ത് മുസരീസ് സൊസൈറ്റി എന്ന യൂട്യൂബ് ചാനലിൽ ഇന്നത്തെയും നാളത്തെയും പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.